അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായ മിഅ്റാജിൻ്റെ രാവ് നമ്മിലേക്ക് കടന്നു വരികയാണല്ലേ. ഏറെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നൊരു രാത്രി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹുവിങ്കലേക്ക് അവൻ വിളിച്ചു വരുത്തിയ രാത്രി, മുത്തുനബി തങ്ങൾക്ക് സ്വീകരണമൊരുക്കിയ രാത്രി. ഈ രാത്രിക്ക് വല്ലാത്തൊരു മഹത്വമുണ്ട് എന്ന് ബുദ്ധിയുള്ളൊരു മനുഷ്യനോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഈ രാത്രിയിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ഈ ദിക്റ് പതിവാക്കിയാൽ തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരും. ഏതാണ്? വളരെ ചെറിയൊരു ദിക്റാണത്. മിൻ കുല്ലി ളീഖിൻ മഖറജ. എന്ത് ബുദ്ധിമുട്ടാണോ നിങ്ങൾ അനുഭവിക്കുന്നത്, അതിൽ നിന്ന് അള്ളാഹു ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ. നിങ്ങൾ എന്ത് ടെൻഷൻ അനുഭവിക്കുന്നുണ്ടോ, ആ ടെൻഷനിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് മോചനം തരും. മിൻ ഹൈസു ലാ യഹ്തസിബ്. നിങ്ങൾ അറിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് തരും, ഭക്ഷണം തരും, ജോലി തരും. അങ്ങനെ എന്താണോ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടത് അത് അള്ളാഹു തരും. ഈ ചെറിയ ദിക്റ് ചൊല്ലിയാൽ, ഇതെപ്പോഴും ചൊല്ലേണ്ട ദിക്റാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ളൊരു ദിവസം കണ്ണടച്ചിരുന്ന് നമ്മൾ ഹൃദ്യമായി ഇഖ്ലാസോടുകൂടെ ഈ ദിക്റ് ഒരു 100 തവണയെങ്കിലും ചൊല്ലണം എന്നാണ്. ഏതാണ് ആ ദിക്റ്? ഇതാണോ ആ ദിക്റ് എന്ന് നിങ്ങൾ ചിന്തിക്കും. വളരെ ചെറുതാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പടച്ചവനോട് പാപമോചനം തേടാൻ. അല്ലെങ്കിൽ നമ്മൾ പതിവാക്കുന്ന ദിക്റുണ്ടല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അതിലുമുണ്ട് ഇസ്തിഗ്ഫാർ. അത് തന്നെ 100 തവണ ചൊല്ലിയാലും മതി. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിയാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ? ഏത് കുടുക്കിൽപ്പെട്ട് കിടക്കുന്നുണ്ടോ മോചനം ലഭിക്കും. അതുപോലെ എത്ര വലിയ ടെൻഷനാണെങ്കിലും അള്ളാഹു അതിൽ നിന്ന് മോചനം തരും. അതുപോലെ നിങ്ങൾ അറിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം തരും, നിങ്ങൾക്ക് പാനീയം തരും, നിങ്ങൾക്ക് സമ്പത്ത് തരും, പണം തരും. എല്ലാം അള്ളാഹു തരുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ നമ്മുടെ ദുനിയാവും ആഖിറവും ഭംഗിയാകാൻ വേണ്ടിയിട്ട് ഈ വിശുദ്ധമായ രാത്രിയിൽ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, നരകത്തിൽ നിന്ന് പടച്ച റബ്ബിനോട് കാവൽ തേടണം. അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശലോകത്തേക്ക് കടന്നു ചെന്നപ്പോൾ സ്വർഗ്ഗവും നരകമൊക്കെ കണ്ടുല്ലേ. അതിൽ നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് 2 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, തലമറക്കാത്ത സ്ത്രീകളാണ് എന്നാണ്. യാ അല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇന്ന് തലമറക്കുന്നതിന് വല്ല വിലയുണ്ടോ? എത്ര മുസ്ലിം പെൺകുട്ടികൾ ഇതിങ്ങനെ ഒരു തട്ടനിടും, അല്ലെങ്കിൽ കഴുത്തിലൊരു ഷാളിടും. അതാണോ ഇസ്ലാമിൻ്റെ മുസ്ലിമിൻ്റെ അടയാളം? തലമറക്കൽ നിർബന്ധമല്ലേ? ഈ യൂട്യൂബ് വ്ളോഗേഴ്സിൻ്റെ ഒക്കെ പേരിൽ പെണ്ണുങ്ങൾ കിടന്ന് തുള്ളിച്ചാടുന്ന ചാട്ടം. യാ അല്ലാഹ്, ഇതിനെതിരെ പണ്ഡിതന്മാരെന്തെങ്കിലും പറഞ്ഞാൽ അവരെ വായിൽ കൊള്ളാത്ത തെറി വിളിക്കുക. മൊയ്ലിയന്മാരെന്തെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും കൂടെ സപ്പോർട്ടായിട്ട് അങ്ങ് ചെല്ലുകയും ചെയ്യും അല്ലേ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഹബീബ് പറയാൻ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട സ്ത്രീകളാണ്. അതിലൊരു കാരണം പറഞ്ഞത് തലമറയ്ക്കാത്തവരാണ്, മുടി പുറത്ത് കാണിച്ച് നടക്കുന്നവരാണ്. ഒരു മുടി പോലും പുറത്ത് കാണൽ ഹറാമാണ്. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, അവരെ നന്ദികേട് കാണിച്ചത് കൊണ്ടാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹിനോട് നന്ദികേട് കാണിച്ചതുകൊണ്ടാണോ? അല്ലല്ല, അവരുടെ ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിച്ചത് കൊണ്ടാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ എപ്പോഴും ദ്വാരക്ക ധാരാളം. ഇന്നത്തെ രാത്രി പ്രത്യേകിച്ച് അല്ലാഹുമ്മ അജിർനി മിനന്നാർ പതിവാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊന്ന് സ്വർഗ്ഗത്തിലെ കൃഷിയാണ്. നമ്മൾ രാവിലെ പറഞ്ഞിരുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് സമ്മാനമായി മുത്തുനബി തങ്ങളുടെ കയ്യിൽ കൊടുത്തുവിട്ട ദിക്റാണത്. എന്താണ് ആ ദിക്ർ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 100 തവണ അതും പതിവാക്കുക. ഇതിലൂടെ നമ്മുടെ സാമ്പത്തികവും ശാരീരികവുമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തന്ന് എല്ലാം കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഉന്മേഷം തരും, അഭിവൃദ്ധി തരും. ഉറപ്പാൻ അള്ളാഹു പതിവാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.